ആരാണ് കല്യങ്കാട്ട് നീലി? ലോക സിനിമയിൽ നീലി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NPSK Media. വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് എന്തെങ്കിലും ചോദിക്കുന്നവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നത് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റ് കൊണ്ടാണ്. ഈ ഒരു കമന്റ് എന്ന് പറയുന്നത് അതൊരു കണ്ടന്റ് തന്നെയാണ്. അത് 1 മിനിറ്റ് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ഫുൾ വീഡിയോ അത് ചെയ്യാണ്. ഇതിന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ മൂവി OTT റിലീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. തൽക്കാലം ലോക സിനിമയിൽ നീലിയുമായിട്ട് എന്താണ് കണക്ഷൻ, ആരാണ് നീലി, അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ നാടൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടിക്കഥകളിലും കാണുന്ന ഒരു പ്രസിദ്ധമായൊരു കഥാപാത്രമാണ് കല്യങ്കാട്ട് നീലി എന്ന യക്ഷി. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്ത് വാണിരുന്ന ദേവദാസിയായ സ്ത്രീയായിരുന്നു കാർവേണി. കാർവേണിയുടെ മക്കളായിരുന്നു അല്ലിയും അമ്പിയും. അല്ലി കാണാൻ അതീവ സുന്ദരിയായിരുന്നു. അടുത്തുള്ള ശിവൻകോവിലിന്റെ പൂജാരിയായ നമ്പിയുമായിട്ട് അല്ലി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹം നടന്നു. എന്നാൽ നമ്പിയുടെ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു. നമ്പിയുടെ ദൂരത്തിലും ദുർനടപ്പിലും മണങ്ങുന്ന കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഇതറിഞ്ഞ അല്ലി നമ്പിയോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ അല്ലിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലിയെ നമ്പി തലക്കടിച്ചു കൊന്നു. ഈ കാഴ്ച കണ്ടുവന്ന അനുജൻ അമ്പി തലതല്ലി മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം അല്ലിയും അമ്പിയും ചോള രാജാവിന്റെ മക്കളായ നീലനും നീലിയുമായി പുനർജനിച്ചു. പിന്നീട് രാജ്യത്തുടനീളം പല ദുർനിമിത്തങ്ങളും ഉണ്ടായി. പ്രധാനമായും രാത്രി കാലങ്ങളിൽ കന്നുകാലികൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ഇതിന് കാരണം തന്റെ മക്കളാണെന്ന് മനസ്സിലാക്കിയ ചോള രാജാവ് അവരെ കൊല്ലാൻ മനസ്സിലാതെ രാജ്യത്തിന് തെക്കേ അതിർത്തിയിലുള്ള പഞ്ചവൻ കാട്ടിൽ കുട്ടികളെ ഉപേക്ഷിച്ചു. പിന്നീട് കാടിന് സമീപമുള്ള പഴകന്നൂർ ഗ്രാമം അവരുടെ വിഹാര കേന്ദ്രമായി മാറി. ഇത് മനസ്സിലാക്കിയ പഴകന്നൂർ ഗ്രാമവാസികൾ നീലനെയും നീലിയെയും കൊന്ന് ആവാഹിക്കാൻ വേണ്ടി മന്ത്രവാദിയായ നാഗർകോവിൽ നമ്പിയെ വിളിച്ചു വരുത്തി. നമ്പി നീലനെ ആവാഹിച്ചു. എന്നാൽ നീലിയെ ആവാഹിക്കാൻ നമ്പിക്ക് സാധിച്ചില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. മുൻ ജന്മത്തിൽ നീലിയുടെ ഭർത്താവായിരുന്ന നമ്പി ഈ ജന്മത്തിൽ അനന്തൻ എന്ന ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം തന്റെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി പഴകന്നൂർ കാട് വഴി മുസിരിസിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. വഴിമധ്യേ നീലി അനന്തനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അനന്തന്റെ കയ്യിൽ ഒരു മാന്ത്രിക ദണ്ടുണ്ടായിരുന്നു. ഇത് കാരണം നീലിക്ക് അനന്തനെ ഒന്നും തൊടാൻ പോലും സാധിച്ചില്ല. അനന്തൻ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. അതിനിടയിൽ നീലി ഒരു കുട്ടിയോട് കൂടിയ സ്ത്രീയായി രൂപം മാറി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. അനന്തൻ തന്റെ ഭർത്താവാണെന്നും താനുമായി വഴക്കിട്ട് വന്നതാണെന്നും ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നാൽ അതൊരു യക്ഷിയാണെന്നും തന്റെ ഭാര്യ അല്ലെന്നും അനന്തൻ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, യക്ഷി അനന്തനെ എന്തെങ്കിലും ചെയ്ത് അയാളോടൊപ്പം ഗ്രാമവാസികൾ എല്ലാവരും മരിക്കാമെന്നും സത്യം ചെയ്തു കൊടുത്തു. വേറെ നിവൃത്തിയില്ലാതെ അനന്തൻ രാത്രി ഗ്രാമത്തിൽ തങ്ങി. രാത്രിയിൽ തന്നെ നീലി തന്ത്രപൂർവ്വം അനന്തനെ വധിച്ചു. പിറ്റേന്ന് രാവിലെ അനന്തൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഗ്രാമവാസികൾ തങ്ങളുടെ സത്യം നിറവേറ്റാൻ വേണ്ടി അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. കല്യങ്കാട്ട് നീലിയുടെ അവസാനം എന്ന് പറയുന്നത് 2 രീതിക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത്, തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണമായ അനന്തനെയും ഗ്രാമവാസികളെയും മുഴുവനും വധിച്ച ശേഷം കള്ളിപ്പാറയുടെ ചുവട്ടിൽ യക്ഷിയമ്മയായി കുടിയിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഐതിഹ്യം. രണ്ടാമെന്ന് പറയുന്നത്, ഇത് പ്രകാരം യക്ഷി അടങ്ങിയില്ല എന്നും പിന്നീട് കടമറ്റത്ത് കത്തനാര് വന്ന് നീലിയെ ആവാഹിച്ചു എന്നാണ് രണ്ടാമത്തെ ഐതിഹ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ലോക സിനിമയിൽ നീലിയെ എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പോയിലേഴ്സ് ആണ്. എന്നാലും ഇപ്പം ഭൂരിഭാഗം ആളുകൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. കല്യങ്കാട്ട് നീലിയായിട്ട് തന്നെയാണ് ചന്ദ്ര ലോകയിൽ വരുന്നത്. കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുന്ന യക്ഷിയമ്മയെ പൂജിക്കുന്ന കുറച്ച് ഗ്രാമവാസികളും. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിലേക്ക് പ്രവേശനമില്ല. ഇത് പ്രകാരം കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ അധികം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഈ യക്ഷിയമ്മ ഒരു സാഹചര്യത്തിൽ കുട്ടിയായിരുന്ന ചന്ദ്രയിലേക്ക് കയറുന്നു. പിന്നീട് നീലി പലരെയും കൊല്ലുകയും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നീലി ചെയ്ത കാര്യങ്ങളിലെല്ലാം ഒരു നന്മയുണ്ടെന്ന് മനസ്സിലാക്കിയ കടമറ്റത്ത് കത്തനാര് നീലിയെ ആവാഹിച്ചു എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുകയാണ്. പിന്നീട് നീലിയെ സ്വതന്ത്രയാക്കി വിടുന്നു. അതിനുശേഷം നീലിക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ കത്തനാരന്റെ ഫാമിലിയും പുതിയ തലമുറക്കാരുമാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. നീലിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മസലാമ.